ഇപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്ന് സർക്കാർ മേഖല, രണ്ടാമത്തത് കോർപ്പറേറ്റ് മേഖല, മൂന്നാമത്തത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇങ്ങനെ മൂന്ന് തലങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ ഇന്നത്തെ ചുറ്റുപാടിൽ 4 രോഗികൾക്ക് ഒരു കിടക്കയാണ്. അത് ശരിയാണ്. ട്രാൻസ്പ്ലാന്റ്സിനെ കുറിച്ച് പൊതുവേ ആക്ഷേപമുണ്ട്. അത് ജെന്യൂനായിട്ടല്ല നടക്കുന്നത്, അതിൽ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമസ്കാരം, കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം പട്ടം SUT ഹോസ്പിറ്റലിൻ്റെ CEO ആയ കേണൽ രാജീവ് മന്നാലിയാണ്. കേണൽ സാർ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ എന്നതിനപ്പുറം പട്ടം SUT ഹോസ്പിറ്റലിൻ്റെ മുഖവും അതേപോലെ തന്നെ കേരളത്തിലെ ആതുര സേവന രംഗത്തെക്കുറിച്ച് ആധികാരികമായി പഠിക്കുന്നയാളുമാണ്. അദ്ദേഹം സാമൂഹിക പ്രവർത്തനങ്ങളിലും വ്യാപൃതനാണ്. കേണൽ സാർ, സ്വാഗതം ഈ പരിപാടിയിലേക്ക്. താങ്ക് യു. യഥാർത്ഥത്തിൽ സാറിൻ്റെ ഒരു കോൺക്ലേവിലെ അങ്ങയുടെ ഒരു പ്രസംഗമാണ് എന്നെ കൊണ്ട് സത്യത്തിൽ ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിച്ചതും സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതും. കേരളത്തിലെ ആതുര സേവന രംഗത്ത്, പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികളുടെ കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് ചില ചിന്തകളും അവർക്ക് ചില പെർസെപ്ഷൻസും ഉണ്ട്. ഞാൻ തികച്ചും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് അങ്ങയോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. പൊതുജനങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ തീർച്ചയായിട്ടും അവിടെ കെയർ കൂടുതൽ കിട്ടുന്നുണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷേ വലിയൊരു ഇൻഡസ്ട്രി, നന്നായി ലാഭം കൊയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് പ്രൈവറ്റ് ആശുപത്രികൾ. അവർ നന്നായിട്ട് പൊതുജനങ്ങളെ പിഴിയുന്നു എന്നുള്ള ഒരു പൊതുബോധം നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? ആ ബോധം ഉണ്ടെന്ന് പറയുന്നത് വളരെ ശരിയാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പേഷ്യൻസിനെയും ആശുപത്രിയുടെ അടുത്തൂടെ പോകുന്നവരെയും പിഴിയുന്നു എന്നൊരു ധാരണയാണ് പൊതുവിലുള്ളത്. അതിനുള്ള കാരണങ്ങൾ പലതാണ്. ആ കാരണങ്ങളിലേക്ക് ഞാൻ തൽക്കാലം കടക്കുന്നില്ല. അങ്ങനൊരു ബോധമുള്ള സ്ഥിതിക്ക് എന്താണ് വാസ്തവം എന്നറിയാനും കൂടെ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ആ വാസ്തവത്തിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ ഇതിനെക്കുറിച്ചൊരു എൻ്റേതായിട്ടുള്ളൊരു പഠനം നടത്തിയിരുന്നു. ഒരു ഹോസ്പിറ്റൽ നടത്താൻ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് ഹ്യൂമൻ റിസോഴ്സസിലാണ്. അതിൽ ഡോക്ടേഴ്സ് കോസ്റ്റ്, പിന്നെ ബാക്കി സപ്പോർട്ട് സ്റ്റാഫ് കോസ്റ്റ്. ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ ഏതൊരു ഹോസ്പിറ്റലിനും ഏതാണ്ട് 44% റവന്യൂവിൻ്റെ ചിലവ് ആകുന്നു ഈ ഒരു ഫാക്ടറിൽ തന്നെ. പിന്നെ നമുക്ക് പറയാം ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാതെ ഒന്നും നടക്കില്ല, അതുകൊണ്ട് അതിന് നമ്മൾ ചിലവാക്കിയേ തീരൂ. ഏറ്റക്കുറിച്ചിലുകളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ റേറ്റ്സ് അല്ല ബാക്കി സംസ്ഥാനങ്ങളിൽ, കേരളത്തിൽ കുറച്ച് കൂടുതലാണ്. അത് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിലാണ് അങ്ങനെ വരുന്നത്. അതിനെക്കുറിച്ചും പരാതിപ്പെടാൻ അവകാശമില്ല. പരാതിപ്പെടാൻ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് എക്യുപ്മെൻറ്റ്സ്, ഡിവൈസസ്, അവയുടെ മെയിൻ്റനൻസ് കോൺട്രാക്ട്സ്. ഇത് ആര് വിചാരിച്ചാലും കുറയ്ക്കാൻ സാധ്യമല്ല എന്നൊരു സിറ്റുവേഷനാണ് നിലവിലുള്ളത്. MRI, CT, ഇപ്പോൾ ഇന്നത്തെ ആധുനിക ചികിത്സാ രംഗത്ത് എല്ലാം എക്യുപ്മെൻ്റ് ഓറിയൻറ്റഡ് ആയിരിക്കുന്നു, ടെക്നോളജി ഓറിയൻറ്റഡ് ആയിരിക്കുന്നു. ആ ഒരു ചുറ്റുപാടിൽ ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതെ രോഗനിർണയം സാധ്യമല്ല എന്നൊരു സ്റ്റേജിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ രോഗനിർണയം നടത്താൻ വേണ്ട എക്യുപ്മെൻറ്റ്സിന് തീപിടിച്ച വിലയാണ്. അതിന് പല കാരണങ്ങളും പലർക്കും പറയാം. ഡോളർ ഇക്വേഷൻ കൂടി പോകുന്നു, അത് ഇമ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മുടെ മോദി സർക്കാർ മേക്ക് ഇൻ ഇന്ത്യയെക്കുറിച്ച് വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നു, അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഡിഫൻസിൽ പോലും അത്യാധുനിക മേക്ക് ഇൻ ഇന്ത്യ പ്രാവർത്തികമായി വരുന്നു. എന്തുകൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്നില്ല? ഇത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ടെക്നോളജി ഒന്നും അല്ലല്ലോ. അതും ഈ ടെക്നോളജി നമുക്ക് പകർന്നു തരുന്നതിൽ ലോകരാഷ്ട്രങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡിഫൻസ് ഷെയർ ചെയ്യുന്ന മാതിരി അല്ലല്ലോ ഈ ഹെൽത്ത് കെയർ ടെക്നോളജി ഷെയർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് മോദി സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരതൊക്കെ സക്സീഡ് ചെയ്യണമെങ്കിൽ ഈ ഇന്ത്യയിൽ എക്യുപ്മെൻറ്റ്സും ഡിവൈസസും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ കമ്പനികൾ
വലിയ വലിയ കമ്പനികളുമായിട്ട് ചേർന്ന് ഇതിലേക്ക് വളരെ കാര്യമായിട്ട് രംഗപ്രവേശം ചെയ്യേണ്ടിയിരിക്കുന്നു. ആ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ ഈ ഫ്ലീസിങ് എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാതാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ വില നമുക്കെല്ലാവർക്കും അറിയാം. ചില മരുന്നുകളുടെ വില നിയന്ത്രിച്ചിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ വളരെയധികം മരുന്നുകളുടെ വില നിയന്ത്രിക്കാതെ ഇരിക്കുന്നു, നിയന്ത്രണാതീതമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ജനറിക് ഡ്രഗ്സ് യൂസ് ചെയ്യണം എന്ന് പൊതുവിലൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. ശരിയാണ്, നല്ലതാണ്. പക്ഷേ ഈ ജനറിക് ഡ്രഗ്സിൻ്റെ ഗുണനിലവാരത്തിനെ കുറിച്ച് കൃത്യമായ ഒരു പരിശോധനയൊന്നും ഒരിടത്തും നടക്കുന്നില്ല. ഇപ്പോൾ ജനറിക് ഡ്രഗ്സ് കൊണ്ട്, അതിൻ്റെ ഉപയോഗം കൊണ്ട് രോഗിക്ക് വേണ്ട ഫലം കിട്ടുന്നില്ലെങ്കിൽ ആ മരുന്ന് ഉപയോഗിക്കുന്നതിൽ കാര്യമില്ല. ചിലവ് മാത്രമല്ല ശരിക്കും നോക്കേണ്ടത്. ചിലവ് നിയന്ത്രിക്കണം, പക്ഷേ ഈ റിസർച്ച് മോളിക്യൂൾ യൂസ് ചെയ്യേണ്ടടുത്ത് റിസർച്ച് മോളിക്യൂൾ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ജനറിക് ഡ്രഗ്സ് എന്നും പറഞ്ഞിപ്പോൾ ഉത്തരാഖണ്ഡിലും ആ ഏരിയയിലും വളരെയധികം നമ്മൾ ചാത്തൻ ഡ്രഗ്സ് എന്ന് വിളിക്കുന്ന ഡ്രഗ്സ് ഉണ്ടായി വരുന്നുണ്ട്. അതൊക്കെ തടയാൻ ടോട്ടലി ഫേക്കാണ്. അത് വില കുറവാണെന്നും പറഞ്ഞ് വാങ്ങിച്ച് നമ്മുടെ പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല ആശുപത്രി, അത് പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെൻറ് ആശുപത്രി ആയിക്കോട്ടെ, അൾട്ടിമേറ്റ്ലി ലക്ഷ്യമിടുന്നത് ആ രോഗി സുഖപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിന് സഹായകമായ രീതിയിലുള്ള മരുന്നുകളായിരിക്കണം കൊടുക്കേണ്ടത്. അതിന് സഹായമായ രീതിയിലുള്ള സപ്പോർട്ട് ആക്ഷൻസാണ് ഉണ്ടാകേണ്ടത്. അതിന് ചിലവ് വരുന്നുണ്ട്. ആ ചിലവില്ല എന്ന് പറയാൻ എങ്ങനെ സാധിക്കും? സർ, ചിലവില്ല എന്ന് ആരും പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റി അഷുറൻസ് മരുന്നുകളുടെ കാര്യത്തിൽ, എക്യുപ്മെൻസിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അതിന് വലിയൊരു ചിലവ് തന്നെയുണ്ട്. പക്ഷേ അതിനപ്പുറം ഈ ചിലവ് എന്ന് പറയുമ്പോൾ ഒരു ആശുപത്രി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയോടൊരു കമ്മിറ്റ്മെൻറ്റും കൂടാണല്ലോ. അപ്പം ഇതിലൊരു സേവന മനോഭാവത്തിൻ്റെ ഒരു ആംഗിൾ എത്രത്തോളം വരുന്നുണ്ട് ഒരു ബിസിനസ് എന്നതിനപ്പുറം? ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്നത് ശരിയാണ്, സേവന മനോഭാവം വേണം. വലിയൊരു പരിധിവരെ അത് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്ന് സർക്കാർ മേഖല, രണ്ടാമത്തത് കോർപ്പറേറ്റ് മേഖല, മൂന്നാമത്തത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇങ്ങനെ 3 തലങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. നമുക്ക് ആദ്യം സർക്കാർ മേഖലയുടെ കാര്യം എടുക്കാം. സർക്കാർ മേഖലയിൽ പദ്ധതി വിഹിതം അലോട്ട്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതല്ലാതെ ആ അലോട്ട്മെൻറ്റ് കൊണ്ട് ആർക്ക് എന്ത് ഫലമുണ്ടായെന്നൊരു പഠനം ഉണ്ടായി ഞാൻ കണ്ടിട്ടില്ല, ഏത് ഫീൽഡിലായാലും. ഇപ്പോൾ ആദ്യമേ വേണ്ടത് ഒരു സോഷ്യൽ ഓഡിറ്റ്. പിന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു CABG ഹാർട്ട് ഓപ്പറേഷൻ എന്ത് ചെലവ് വരും സർക്കാർ ആശുപത്രിയിൽ നിന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും ഒരു ബോധ്യമുണ്ടോ? എൻ്റെ അറിവിൽ സർക്കാരിലേക്ക് പോകുന്ന എല്ലാ ചെലവും ആർക്കും ഒരു അക്കൗണ്ടിങ് സിസ്റ്റം അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെലവ് വരുമെന്ന് സർക്കാരിന് ശരിക്കും അറിഞ്ഞുകൂടാ. സർക്കാരിനെ ഞാൻ കുറ്റം പറയുകയല്ല, അറിയില്ല, അങ്ങനെ ഒരു ഓഡിറ്റ് നടന്നിട്ടില്ല, അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വളരെ കൂടുതൽ ചാർജ് ചെയ്യുന്നു പറയുമ്പോൾ എന്തായിരിക്കണം ഒരു സാമാന്യ രീതിയിലൊരു ചെലവ് ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷന് വരിക എന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം വേണം. അത് തൽക്കാലം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തത്, ഇപ്പോൾ പാക്കേജ് റേറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻഷുറൻസ് കമ്പനികളുടെ എവിടെയൊക്കെ കമ്പനികളുണ്ടോ അവിടെയൊക്കെ പ്രഷർ ടാക്ടിക്സും ഉണ്ട്. അപ്പോൾ പാക്കേജസിൽ കൊണ്ടുവരാനാണ് ഇൻഷുറൻസ് കമ്പനികൾക്ക് താല്പര്യം. അപ്പോൾ എങ്ങനെയാണ് പാക്കേജ് നിശ്ചയിക്കുക? ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ, ഞാനൊരു രോഗിയാണെങ്കിൽ, അല്ലെങ്കിൽ രോഗി പരിചാരകനാണെങ്കിൽ, എനിക്ക് സുഖമാകണം എത്രയും പെട്ടെന്ന്. അതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ അതിനുവേണ്ടി ആ പാക്കേജ് എന്നും പറഞ്ഞ് ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ MBBS പാസ്സായി വന്ന ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ പോയി എൻ്റെ ആരോഗ്യം അവിടെ അടിയറ വയ്ക്കാൻ ഞാൻ തയ്യാറാണോ? അതോ ഞാനൊരു പരിചയസമ്പന്നനായ ഡോക്ടറിൻ്റെ അടുക്കൽ പോകുമോ, നല്ല പേരെടുത്ത ഒരു വ്യക്തിയുടെ അടുക്കൽ പോയി എന്നെ സ്വയം ചികിത്സയ്ക്ക് ഞാൻ വിധേയനാക്കുമോ? അപ്പോൾ ഈ
ഇന്നലെ പാസ്സായി വന്ന ഡോക്ടറും കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് ഒരു പരിചയ സമ്പത്തുള്ള ആൾക്കും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലേ? അവരുടെ സേവനത്തിന് ഒരു ശരിയായ വില നമ്മൾ കൊടുക്കേണ്ടേ? ഈ പാക്കേജ് എന്നൊക്കെ പറയുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാനുള്ളൊരു സംവിധാനമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ഒരു പാർലമെൻ്ററി കമ്മിറ്റിയോ സബ് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്സ് കമ്മിറ്റിയോ എന്തെങ്കിലും ഇരുന്നിട്ട് ഇന്നത്തെ നിലവാരത്തിനനുസരിച്ച് ഓരോ മേജർ ഓപ്പറേഷൻസിനും സർജറീസിനും അതുപോലെ ട്രീറ്റ്മെൻറ്റ്സിനും എന്താണ് ബേസിക് കോസ്റ്റ്, ആ ബേസിക് കോസ്റ്റിംഗ് തീരുമാനിച്ചിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് ഒരു 8% പ്രോഫിറ്റ് എടുക്കാൻ നമുക്ക് സമ്മതിച്ചൂടെ? തീർച്ചയായിട്ടും. ബാങ്ക് ഇൻട്രസ്റ്റ് തന്നെ 10% കൂടുതലാണ്. ഞാൻ എൻ്റെതായിട്ട് നടത്തിയ ഒരു കാൽക്കുലേഷനിൽ എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് മിക്ക ആശുപത്രികൾക്കും 8% കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നില്ല. ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, അമിതമായ ലാഭം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു മിഥ്യയാണ്, ഒരു മിത്താണ്. അതാണ് ആദ്യം നമ്മളൊന്ന് പൊളിച്ചെടുക്കേണ്ടത്. അപ്പോൾ ചിലവ് ആ ചിലവ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിലും ചാരിറ്റബിൾ ഹോസ്പിറ്റൽസിലും അതിലന്തരം ഉണ്ടാവും. കാരണം ചാരിറ്റബിൾ ഹോസ്പിറ്റൽസിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ് കുറവായിരിക്കും. ചാരിറ്റബിൾ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മിഷണറി റൺ ഹോസ്പിറ്റൽ, അവിടെ ആ ഇക്കോസിസ്റ്റത്തിൽ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ നടത്തുന്ന ഒരു ഹോസ്പിറ്റലാകുമ്പോൾ അവർക്ക് ഹ്യൂമൻ കോസ്റ്റ് വളരെ കുറവായിരിക്കും. അതുപോലെ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ നടത്താൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും എല്ലാ ഹോസ്പിറ്റലുകളും എപ്പോഴും എല്ലാം ശരിയാണെന്ന് ചെയ്യുന്നതെന്ന് പറയാൻ എനിക്കാവില്ല. അവിടെയും ഏറ്റക്കുറച്ചിലുകളുണ്ടാകാം. പക്ഷെ പൊതുവിൽ ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞ് നമ്മളൊരു സ്കീം കൊണ്ടുവന്നു. അതിൻ്റെ റേറ്റ്സ് വളരെ കുറവാണ്. അങ്ങനെ നടത്താൻ പറ്റില്ല, ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഹോസ്പിറ്റൽ നന്നായിട്ട് നടക്കുന്ന, സത്യസന്ധമായിട്ട് ഹോസ്പിറ്റൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന എന്നെ പോലുള്ളവരെ കൊണ്ട് കള്ളം പറയിപ്പിക്കാൻ അല്ലെങ്കിൽ കള്ളം ചെയ്യിക്കാൻ ഉള്ളൊരു വേദിയായി മാറുകയാണ്. അതെങ്ങനെയെന്ന് ഒന്ന് വിശദീകരിക്കാമോ? അതായത് എന്തിനും ഒരു ഇൻപുട്ട് കോസ്റ്റ് ഉണ്ടല്ലോ. ആ ഇൻപുട്ട് കോസ്റ്റിനെക്കാളും കുറഞ്ഞ ഒരു ഔട്ട്പുട്ട് കോസ്റ്റ് വരാൻ ബേസിക് എക്കണോമിക്സ് ആണല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ഇപ്പോൾ CGHS റേറ്റ്സ് അതാണ് ശരിയായിട്ടുള്ള റേറ്റ്സ് എന്നുള്ളൊരു ധാരണ പൊതുവിലുണ്ട്. 2014 നിശ്ചയിച്ച റേറ്റാണ് ഈ CGHS റേറ്റ്. 10 വർഷം. 10 വർഷത്തിന് ഏതെങ്കിലും ഒരു സംഗതിയുടെ വില ഒരു 5 പ്രാവശ്യമെങ്കിലും കൂടാത്തത് ആയിട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ നിലപാട് മാറ്റാൻ തയ്യാറാണ്. 2014 റേറ്റിൽ വെച്ച് ഇപ്പോൾ സേവനം കൊടുക്കണമെങ്കിൽ ആ സേവനം നൽകുന്നവർ എവിടെയെങ്കിലും കോർണേഴ്സ് കട്ട് ചെയ്യേണ്ടി വരും. അത് മരുന്നിലാകാം, എക്യുപ്മെൻറ്റിലാകാം, എക്സ്പെൻഡബിൾസിലാകാം, പലയിടത്തുമാകാം. അതെന്തിന് ഈ ഹോസ്പിറ്റലുകളെ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്നു? എന്തുകൊണ്ട് വർഷാവർഷം ഒരു നിശ്ചിത ശതമാനം കൂട്ടാനുള്ള ഒരു ഏർപ്പാട് ഒരു അറേഞ്ച്മെന്റ് ചെയ്തുകൂടാ? കൂട്ടുന്നുണ്ട്. പക്ഷേ പിന്നെ ഞാൻ പൊതുവിൽ എല്ലാവർക്കും അറിയാത്തത് കൊണ്ട് പറയുകയാണ്. ഇപ്പോൾ CMC ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ ചാരിറ്റബിൾ ഹോസ്പിറ്റൽസിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അത് നിസ്സംശയം പറയാം. എല്ലാ കാര്യങ്ങളിലും അവരുടെ ചാരിറ്റിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവിടെ എല്ലാ വർഷവും സോഫ്റ്റ്വെയറിൽ ഇൻബിൽറ്റാണ് 10% റേറ്റ് കൂടും. എന്നിട്ട് ചാരിറ്റി കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ 10% കൂട്ടിയില്ലെങ്കിൽ എങ്ങനെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഗവൺമെൻറ് ഏത് ലെവൽ വരെ പോകാം? ഗവൺമെൻറ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് പ്രിവെൻഷൻ ആയിരിക്കണം ആദ്യം, ഏറ്റവും കൂടുതലെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ടാകാം. പക്ഷേ പ്രിവെൻഷൻ അല്ലേ നമ്മുടെ ആരോഗ്യത്തിനെയും വെൽബീയിങ്ങിനെയും വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ശരിയായ രീതിയിൽ പ്രിവെൻഷൻ സാധ്യമാകുമെങ്കിൽ
ആരോഗ്യത്തിന് വേണ്ടിയുള്ള ചെലവ് നമുക്ക് കുറച്ചുകൂടെ? ഒരു സമൂഹം എന്ന നിലയ്ക്ക്, ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമുക്ക് കുറച്ചുകൂടെ? പ്രിവെൻഷന് യാതൊരു വിധത്തിലുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നില്ല. പിന്നെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട്, താലൂക്ക് ഹോസ്പിറ്റലുകളുണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളുണ്ട്, മെഡിക്കൽ കോളേജുണ്ട്, പിന്നെ RCCയും ശ്രീചിത്രയും പോലെയുള്ള സെൻറ്റേഴ്സും ഉണ്ട്. എല്ലായിടത്തും ഒരേ റേറ്റാണോ? എല്ലായിടത്തും ഒരേപോലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ടോ? അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കട്ടെ അവരവരുടെ ഏരിയയിൽ പ്രൈമറി പ്രിവെൻഷന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക, അതിന് വേണ്ട അലോട്ട്മെൻറ്റ് നടത്തുക, പ്രൈമറി ഹെൽത്ത് സെൻറ്ററിന് വേണ്ട അലോട്ട്മെൻറ്റ് നടത്തുക, സെക്കൻഡറി ഹെൽത്ത് കെയറിന് വേണ്ടത് അവിടെ നടത്തുക. ടേഴ്ഷറി ആൻഡ് കോർഡിനറി കെയർ വളരെയധികം ചിലവ് വരുന്ന ഏരിയാസാണ്, വളരെയധികം എക്സ്പേർട്ടീസ് വേണ്ട ഏരിയാസാണ്. മെഡിക്കൽ കോളേജുകളിലും അതുപോലെയുള്ള സെൻറ്റേഴ്സും ഒഴിച്ച് ആ എക്സ്പേർട്ടീസ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. ഗവൺമെൻറ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ ആ രണ്ട് ഏരിയയും പ്രൈവറ്റൈസ് ചെയ്യട്ടെ. ഇപ്പോൾ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസോ ബാക്കിയുള്ള ഹോസ്പിറ്റൽസോ അത് ഏറ്റെടുത്ത് നടത്താൻ അവരുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു സബ്സിഡി അവർക്ക് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ സബ്സിഡി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ഓരോ സ്കീമുകളുടെ കാര്യം ഓർമ്മ വരും. അങ്ങനെയല്ല. ഇലക്ട്രിസിറ്റി, വെള്ളം, അതുപോലെയുള്ള യൂട്ടിലിറ്റീസിന് ഭീമമായ തുകയാണ് ഹോസ്പിറ്റലുകൾ. ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു സബ്സിഡി സംവിധാനമേ ഇല്ല. ഒരു സംവിധാനമില്ല. ഹൈ ടെൻഷൻ യൂസേഴ്സ്, ഇൻഡസ്ട്രിയൽ യൂസറായിട്ടാണ് ഒരു ഹോസ്പിറ്റലിനെ കണക്കാക്കുന്നത്. ഒരു സമീപനമാണ്. അത് എന്ത് ന്യായമാണെന്ന് എനിക്കറിയില്ല. ഈ അതൊരു സേവനമാണ് ലക്ഷ്യം. ഞാൻ നേരത്തെ അങ്ങയോട് പറഞ്ഞ ഈ പൊതുബോധം തന്നെയാണ് അതിൻ്റെ ഒരു വിഷയം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങയോട് ചോദിക്കുന്ന ഒരു കാര്യം, അങ്ങ് ഈ പറഞ്ഞു, അതായത് സർക്കാർ ഇടപെട്ട് ഇതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് റേറ്റ്സും മറ്റു കാര്യങ്ങളും കൊണ്ടുവരാൻ വേണമെങ്കിൽ, പക്ഷെ എന്തിനാണ് സർക്കാരിനെ കാത്തിരിക്കുന്നത്? എന്തുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് തന്നെ സ്വയം ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ചില ചട്ടങ്ങൾ വെച്ചുകൂടാ? ഞാൻ ഇത് ചോദിക്കാൻ കാരണം, പല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിനും ഓപ്പറേഷൻസ് ആയാലും പല ഹോസ്പിറ്റലുകളിൽ പല റേറ്റുകൾ, പല വലിയ അന്തരം ഇതൊക്കെ സംബന്ധിച്ച് കാണാനുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? ഈ പറയുന്ന ഫെസിലിറ്റിയുടെ മാത്രം ബേസിസിലാണ് എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഞാനിപ്പോൾ വളരെ വളരെ കാര്യമാത്ര പ്രസക്തമായൊരു ചോദ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഹോസ്പിറ്റൽ, SUT ഹോസ്പിറ്റൽ എടുക്കാം. SUT നമുക്കെല്ലാവർക്കും അറിയാം, നല്ല ഹോസ്പിറ്റലാണ്. വേണ്ട പരിചരണം, രോഗി പരിചരണം ഇവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ലതാണെന്ന് പറയാൻ എനിക്കാവില്ല. കിംസോ അതുപോലെ ഇപ്പോൾ SP മെഡ്ഫോർട്ടൊക്കെ വന്ന അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ നല്ല ബെറ്ററാണ്. അപ്പോൾ അതിന് ചിലവ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടണമെങ്കിൽ എനിക്കൊരു ഭീമമായ തുക ചിലവാക്കേണ്ടി വരും. ആ തുകയും ചിലവിൽ വരില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ഒരു വലിയ സംഗതി തന്നെയാണ്. ഇപ്പോൾ അപ്പോളോയിലോ ഫോർട്ടിസിലോ മേദാന്തയിലോ ഒക്കെ പോവുകയാണെങ്കിൽ ആ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും വരും. ഇപ്പോൾ എനിക്ക് വളരെ തമാശയായിട്ട് തോന്നുന്നൊരു സംഗതി, സുപ്രീം കോടതി കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഏപ്രിൽ അവസാനം ഒരു ഒബ്സർവേഷൻ കൊണ്ടുവന്നിരുന്നു. എന്തുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ തമ്മിൽ പ്രൈവറ്റിനും സർക്കാരിലും ഇത്ര അന്തരം? അതെന്തുകൊണ്ട് സ്റ്റാൻഡർഡൈസ് ചെയ്തുകൂടാ? ഈ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ലെങ്കിൽ, ഒരു മാസത്തിനുള്ളിൽ സാധിക്കുന്നില്ലെങ്കിൽ, ഞങ്ങൾ CGHS റേറ്റ്സ് ഭാരതം മുഴുവൻ ആപ്ലിക്കബിൾ ആക്കും. സുപ്രീം കോടതിയുടെ ഒരു ഒബ്സർവേഷൻ. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെ CGHS റേറ്റ്സ് ഞങ്ങൾ കൊണ്ടുവരും. അതിൻ്റെ ഒരു ലാക്ക് ഓഫ് ഇമാജിനേഷൻ, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ക്ഷണിച്ചു വരുത്താൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം. പക്ഷെ അതൊരു വളരെ ഒരു വിപ്ലവമായ ഒരു ഒബ്സർവേഷനാണ്. അത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഒബ്സർവേഷനാണ്, സുപ്രീം കോടതിയുടെ ഒബ്സർവേഷനാണ്. അതവിടെ ഇരിക്കട്ടെ. ഒരു മാസം കഴിഞ്ഞ് അതേ കോടതിയിലെ വേറൊരു ലേണഡ് ജഡ്ജ് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ആദ്യം
നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന നീതിന്യായ ഉത്തമ പീഠങ്ങൾ തന്നെ അവർക്കിടയിലൊരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കട്ടെ. ഇതെന്താണ് നമ്മുടെ ഒരു കോമൺ തീം ഓഫ് റണ്ണിങ് ജസ്റ്റിസ് എന്നുള്ളത്. എല്ലാ കാര്യങ്ങളിലും കയറി അഭിപ്രായം പറഞ്ഞുകൊള്ളണമെന്നില്ല. എനിക്ക് അറിയാവുന്ന പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ അഭിപ്രായം പറഞ്ഞാൽ പോരെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഴപ്പം. കാരണം ആ പ്രശ്നത്തിലേക്കല്ല, പ്രശ്ന പരിഹാരത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. അങ്ങ് പറഞ്ഞതിൽ വളരെ വിപ്ലവകരമായ അല്ലെങ്കിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു നിർദ്ദേശം ഞാൻ കേട്ടത്, മനസ്സിലാക്കിയത്, അതായത് പ്രൈമറി ലെവലിൽ മാത്രം ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവുകയും കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയറും മറ്റു കാര്യങ്ങളും പ്രൈവറ്റ് സെക്ടറിന് വിടുകയും ചെയ്യണം എന്നാണോ അങ്ങ് പറയുന്നത്? അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ പാവപ്പെട്ടവരെ സംബന്ധിച്ചത്, കാരണം ഇപ്പം മെഡിക്കൽ കോളേജിൽ വളരെ ചെറിയ ചിലവിൽ വലിയ ഒരു ട്രീറ്റ്മെന്റ് ലഭിക്കുന്നത് അത് ഇല്ലാതാവില്ലേ? അതൊരു വലിയ മെഡിക്കൽ കോളേജിൽ ഇന്നത്തെ ചുറ്റുപാടിൽ 4 രോഗികൾക്ക് ഒരു കിടക്കയാണ്. അത് ശരിയാണോ? രോഗം മൂർച്ഛിച്ച് ട്രീറ്റ്മെൻറ്റിന് എത്തിയിരിക്കുന്ന രോഗികൾ തറയിൽ കിടക്കുന്നതാണോ നല്ലത്, അതോ അവർക്ക് എവിടെയെങ്കിലും പറ്റിയ വിധത്തിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണോ നല്ലത്? നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിലുണ്ട്, അവിടെ ആർക്കും പോകാം. ഒരു റെഫറൽ സിസ്റ്റം ഇല്ല. മെഡിക്കൽ കോളേജിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതിൻ്റെ എത്രയോ മടങ്ങാണ് അവിടെ രോഗികൾ എത്തുന്നത്. ചികിത്സിച്ചില്ലെങ്കിൽ അതിന് ചികിത്സാ പിഴവെന്നും പറഞ്ഞത് വരും. പക്ഷേ നമ്മുടെ ഒരു ചിന്താഗതിയിൽ അപ്പാടെ ഒരു മാറ്റം വന്നില്ലെങ്കിൽ ഈ പ്രശ്നം നമ്മുടെ ജനസംഖ്യ കൂടുന്തോറും ഇത് കൂടി വരികയുള്ളൂ. കുറയാൻ സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നൊരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ്, ഇതെന്ത് വേണം, ചില ഡിഫിക്കൽട്ട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഇപ്പം ഈ പാവപ്പെട്ടവന് നല്ല ചികിത്സ കിട്ടിക്കൂടാ എന്നാണോ ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. അങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള ഒരു പരാമർശമാണ് അത്. പക്ഷെ അതല്ല, അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. സർക്കാരിന് ഇപ്പോൾ 1.5% GDP ആണ് ചെലവാക്കാൻ സാധ്യതയുള്ളെങ്കിൽ അതിനുള്ളിൽ നിന്ന് കൊണ്ട് എന്ത് ചെയ്യാൻ നോക്കാതെ എല്ലായിടത്തും പരത്തി അത് ചെലവാക്കുകയാണെങ്കിൽ ഒരിടത്തും ഒന്നും എത്തില്ല. അപ്പം അതുകൊണ്ട് ഏതൊക്കെ ഏരിയാസിൽ ഫോക്കസ് ചെയ്യണം, ആ ഫോക്കസ് ചെയ്യുന്ന ഞാൻ പറയുന്നത് സർക്കാർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്രിവെൻഷനിലാണെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പ്രൈമറി കെയർ, പിന്നെ സെക്കൻഡറി കെയർ, ടേഴ്ഷറി കെയറും കോർഡിനറി കെയറും ഒക്കെ വളരെയധികം എക്സ്പെർട്ടീസ് ആവശ്യമുള്ളതും എക്യുപ്മെൻറ്റ് ആൻഡ് ടെക്നോളജി ഇൻറ്റൻസിഫൈഡ് ഏരിയാസും ആയതുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ട എക്സ്പെർട്ടീസും അതിന് മാനേജ്മെൻറ്റ് കേപ്പബിലിറ്റിയുള്ള ഹോസ്പിറ്റൽസ് അണ്ടർ റെഗുലേഷൻസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങ് ഈ മേഖലയെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളാണെന്ന് ഈ ചെറിയ ഷോർട്ടാണെങ്കിലും ഈ സംഭാഷണത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. പക്ഷെ അങ്ങൊരു മുൻ സൈനികനാണ്, അതുകൊണ്ട് തന്നെ ഒരു സെൻസ് ഓഫ് ജസ്റ്റിസ് എപ്പോഴും ഉള്ളിലുണ്ട്. അങ്ങ് ഈ ഭാഗമെല്ലാം പറയുമ്പോഴും ഈ മേഖലയിൽ നിലനിൽക്കുന്ന മാൾ പ്രാക്ടീസസിനെ കുറിച്ച്, അമിത ലാഭത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യത്വരഹിതമായ ചില ആൾക്കാരെങ്കിലും നടത്തുന്ന പ്രവർത്തനത്തെ അങ്ങ് കാണാതെ പോകുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. അത് ആ ചോദ്യത്തിലൊരു കുസൃതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ്സിനെ കുറിച്ച് പൊതുവേ ആക്ഷേപമുണ്ട്. അത് ജെന്യൂനായിട്ടല്ല നടക്കുന്നത്, അതിൽ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒരു പരിധിവരെ ശരിയായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഞാൻ പേരുകളൊന്നും എടുക്കുന്നില്ല ഒരിടത്തെയും, ഒരു സംസ്ഥാനത്തെ ഒരു ഇതിനെയും എടുക്കുന്നില്ല. പക്ഷേ ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും എപ്പോഴും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ ഇപ്പോൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി ആൾക്കാരുടെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി വരുന്ന വിവരം നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതുപോലെ അവയവങ്ങൾ കച്ചവടം ചെയ്യപ്പെടുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല.
അതിന് ഉത്തമ ഉദാഹരണമാണ് പുറം രാജ്യങ്ങളിൽ പോയി അവയവദാനം ചെയ്തിട്ട് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് എല്ലാം നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമല്ല. ഈ ഫീൽഡിലുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ ആതുര സേവനത്തോടൊരു താല്പര്യമുള്ളവരും അതൊരു ഒരു ഒരു പാഷനും ആയിട്ടുള്ളവർ ആണ് ചെയ്യേണ്ടത്. അല്ലാത്തവരും ഉണ്ടെന്നുള്ളത് അത് പകൽ പോലെ വ്യക്തമാണ്. അങ്ങ് പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇത്രയും സംസാരിച്ചത്, മാൾ പ്രാക്ടീസസിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഇങ്ങയുടെ ഒരു പരിഹാര നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒരു 3 കാര്യങ്ങൾ ചോദിച്ചാൽ. പരിഹാര നിർദ്ദേശങ്ങൾ, ഒന്ന്, നമ്മുടെ വ്യവസ്ഥിതിക്ക് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ആയിട്ട് ഞാൻ കാണുന്നത് ഡയറ്റ് കൺട്രോൾ. ഡയറ്റിന് യാതൊരു കൺട്രോളും ഇല്ല. അതുപോലെ എക്സസൈസ്, നമ്മുടെ പ്രധാനമന്ത്രി ഇൻ്റർനാഷണൽ യോഗ ഡേ ഒക്കെ വളരെ കാര്യമായിട്ട് പ്രചരിപ്പിച്ചുവെങ്കിലും ഇപ്പോഴും ഒരു എക്സസൈസ് റിജീമിനെ കുറിച്ച് നമ്മുടെ സാധാരണക്കാരന് യാതൊരു ബോധ്യവുമില്ല. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് ഒരു പാഠ്യ പദ്ധതിയായിട്ട് തന്നെ സ്കൂളുകളിലും കോളേജുകളിലും കൊണ്ടുവരണം. ഞാനിത് വേറെ എവിടെയോ പറയുകയുണ്ടായി. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ആർട്സ് ടീച്ചേഴ്സ് ഉണ്ട്, ക്രാഫ്റ്റ് ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ മ്യൂസിക് ടീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കൗൺസിലറിനെ, ഒരു യോഗ ടീച്ചറിനെ, അല്ലെങ്കിൽ ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്, പക്ഷേ കൃത്യമായിട്ട് അവരെന്താ ചെയ്യേണ്ടത്. പിന്നെ ഡയറ്റീഷ്യൻസ് ആകാം. കാരണം നമ്മുടെ കുട്ടികൾ വളരുന്ന പിസ്സയും ബർഗറും ഒക്കെ കഴിച്ചാണ് വളരുന്നത്. അവൻ്റെ ഭാവി എന്താകുമെന്ന് നമുക്ക് കാണാൻ കഴിയണം. അവരെ നേർവഴിക്ക് നയിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ഏറ്റവും അധികം നമ്മളവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വിജയിക്കാൻ കഴിയും. പിന്നീട് വരുന്നത് ഈ എല്ലാവരും എല്ലാവിധ അസുഖങ്ങൾക്കും മെഡിക്കൽ കോളേജുകളിലോ അതുപോലെയുള്ള സൂപ്പർലേറ്റീവ് സെൻറ്റേഴ്സിൽ പോകാതെ നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റേഴ്സിനെയും സെക്കൻഡറി കെയർ സെൻറ്റേഴ്സിനെയും ശക്തിപ്പെടുത്തുക. അവിടെ ഡോക്ടർമാർ വേണം, മരുന്നുകൾ വേണം, എക്യുപ്മെൻറ്റ്സ് വേണം. അത് ജനസംഖ്യ ആനുപാതികമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കൃത്യമായിട്ട് ഉണ്ടാകണം. ഇത് സാധിച്ചാൽ തന്നെ ഈ ടേർഷ്യറി കോർഡിനറി കെയർ വേണ്ടി വരുന്ന കേസുകൾ വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴുള്ള തോതിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എനിക്കൊരു തുമ്മൽ വന്നാൽ ഞാൻ ആദ്യം പോകുന്ന പൾമണോളജിസ്റ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ സ്വയം പ്രശ്നം വരുത്തി വയ്ക്കുകയാണ്. എനിക്ക് ബാക്കി ആ ഇടയിലുള്ള സംഗതികളിലൊന്നും എനിക്ക് വിശ്വാസമില്ല. അത് പറഞ്ഞു തരാനും ആരുമില്ല. എനിക്ക് സ്വന്തമായിട്ട് വിവരമില്ലെങ്കിൽ എന്നെ നേർവഴിക്ക് നടത്താനെങ്കിലും ആരെങ്കിലും വേണ്ടേ? അതില്ല, ആ സിസ്റ്റം ഇല്ല. അപ്പോൾ ഒരു സിസ്റ്റമൈസ്ഡ് അപ്രോച്ച് ടു ഹെൽത്ത് കെയർ. ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ചില പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു, പക്ഷേ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ടു പ്രോബ്ലംസ് ആൻഡ് പ്രോബ്ലം റെസൊല്യൂഷൻ ഇല്ല. അതാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കേരളം ഈ ആരോഗ്യ മേഖലയിൽ അന്താരാഷ്ട്ര ലെവലിൽ എത്തി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് പൊതുവേ ഒരു പ്രചരണം അല്ലെങ്കിൽ പൊതുവേ ഒരു ബോധം നമ്മുടെ സമൂഹത്തിലുണ്ട്. എത്രത്തോളം ശരിയാണ് അങ്ങയുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ? എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അത് ഏറെക്കുറെ ശരിയാണ്. ഏറെക്കുറെ ശരിയാണെന്ന് ഞാൻ പറയുമ്പോൾ മൈലുകൾ താണ്ടി ഒരു ആതുര സേവന കേന്ദ്രം അന്വേഷിച്ച് പോകേണ്ട ഗതികേട് പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അതുപോലെ പല സംസ്ഥാനങ്ങളിലും ഞാൻ ജോലി നോക്കിയിട്ടുള്ള സ്ഥലങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, പേഴ്സണൽ എക്സ്പീരിയൻസ്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിൽ ഒന്നും ഡോക്ടർമാരില്ല. ഡോക്ടർമാരുണ്ടെങ്കിൽ തന്നെ ഒരു സ്വീച്ചർ ഇടാൻ പോലും അറിഞ്ഞുകൂടാത്ത ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, MD MS ഒക്കെ ആയിട്ട് പല സംസ്ഥാനങ്ങളിലും. അപ്പോൾ അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമാണ് കേരളത്തിലെ സ്ഥിതി. പിന്നെ കേരളത്തിൽ ഒന്നുമില്ലെങ്കിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ എപ്പോഴും ഒരു പ്രഷർ ഇതായിട്ട് ഉണ്ട്. പിന്നെ ഡിസീസ് കൺട്രോൾ കേരളം വളരെ മുൻപന്തിയിലാണ്. ഡിസീസ് ഉണ്ടാകാൻ സാധ്യത ഒരുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും അത് ഉണ്ടാകുമ്പോൾ ഒരു കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നമ്മൾ ആർജിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം വെച്ച് നോക്കുമ്പോൾ പിന്നെ 1, 2 മാക്സിമം ഒരു 3 കിലോമീറ്ററിനുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ കാണാൻ പറ്റും. അവിടെ വേണ്ട
ചികിത്സാ സൗകര്യങ്ങളും ഉണ്ടാവും, അത്യാവശ്യ സൗകര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ആശാ വർക്കേഴ്സ്, അംഗൻവാടി വർക്കേഴ്സ് അവരൊക്കെ അവൈലബിൾ ആണ്. ഞാനൊക്കെ കൊച്ചായിരുന്നപ്പോൾ തന്നെ ഈ മസൂരിക്ക് കുത്തിവെക്കാൻ വരുന്ന ആൾക്കാർ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നു. പട്ടണങ്ങളിലാണെങ്കിൽ എല്ലാ വാർഡുകളിലും ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു 50 കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോഴേ ഉണ്ടായിരുന്നെങ്കിൽ കേരള മോഡൽ ശരിക്കും ഒരു വിജയകരമായ മോഡൽ തന്നെയാണ്. അത് ഇന്ന് വന്നതല്ല, അത് പരമ്പരാഗതമായിട്ടൊരു കേരള മോഡലുണ്ട്. നിരവധി പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് അഭിമാനകരമായ ഒരു മേഖല തന്നെയാണ് ആരോഗ്യ മേഖല. തീർച്ചയായിട്ടും. അതിനെക്കുറിച്ച് സമഗ്രമായി ഇത്രയും വളരെ ചുരുക്കത്തിലാണെങ്കിലും സംസാരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. നമ്മൾ വീണ്ടും ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.